ഹലോ. കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അവിടെ അടുത്തുള്ള തിരുമൂപ്പ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അവസാന ദിവസം. അതായത് പകൽപുരം ഇന്നാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ നിച്ചുകുഞ്ഞ് ഓരോ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെ കാര്യമാണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയെങ്കിൽ അവൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണ വഴി കണ്ടൊരു വീടാണ്, നല്ല അടിപൊളി വീടാണ്. ഈ വീഡിയോയിൽ കാണാക്കായും നല്ല ഭംഗിയാണ് കേട്ടോ, നേരിട്ട് കാണാനായിട്ട്. നിറച്ച് മുറ്റമൊക്കെ ആയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പയ്യെ നടന്നാണ് അമ്പലത്തിലേക്ക് വന്നത്. പിന്നെ ഇവനെ കൊണ്ട് നടക്കണ കുറച്ച് ടാസ്ക്കാണ്. കുറച്ച് നേരം കൊച്ച് നടക്കും, പിന്നെ ഞങ്ങൾ ആരെങ്കിലും എടുക്കും, അങ്ങനെയുണ്ട് നമ്മൾ അമ്പലം വരെ വന്നത്. പിന്നെ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കണോണ്ട് തന്നെ അമ്പലത്തിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെ നേരത്തെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ വന്ന് ബസ് ഇറങ്ങാൻ പറ്റുമെന്ന്, ഇപ്പോൾ അതൊന്നും പറ്റാനില്ല. തുടങ്ങിയപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് അവൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ, ഡാൻസും കാര്യങ്ങളും. അതായത് ഈ ഡാൻസ് ഭരതനാട്യവും കുച്ചിപ്പിടിയും പിന്നെ ചേച്ചി കളിക്കുമ്പോൾ അത് നോക്കി നിന്ന് കൂടെ ഇത് കളിക്കാറുണ്ട്. അതേപോലെ ഷാളൊക്കെ കിട്ടി. ചേച്ചി ഒരു 6-7 കൊല്ലം പഠിച്ചിട്ടുണ്ട്, കുച്ചിപ്പിടിയും പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നിച്ചുകുട്ടൻ കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ നിന്ന് അവൻ തന്നെ ഡാൻസൊക്കെ കളിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സൈഡിലൊരു വണ്ടി കണ്ടത്. നമ്മുടെ ഐസ്ക്രീമിൻ്റെ വണ്ടിയായിരുന്നു. പിന്നെ ചേച്ചിനെ അവൻ അവിടെ ഇട്ട് ഇന്ന ഇമ്മ വരപ്പിക്കണമായിരുന്നു കേട്ടോ. അവസാനം അവൻ്റെ കരച്ചിലായിട്ടിട്ട് എല്ലാവരും നോക്കി ചോദിക്കുമായിരുന്നു, എന്താ മോനെ ഞാൻ ചേച്ചി പറഞ്ഞു, എടാ ഐസ്ക്രീം അല്ലാണ്ട് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചിട്ട് അവന് അതൊന്നും സമയം. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ചെന്ന് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങാന്നൊക്കെ പറഞ്ഞ് പയ്യെ അവൻ്റെ മനസ്സങ്ങ് മാറ്റി എടുത്തിട്ട് വന്നിട്ട് ഒരു ബസ് പോലത്തെ സംഭവം അതും വാങ്ങി. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് സാധനം, ഈ ചെല്ല് മിഠായി. പിന്നെ എവിടെ പോയാലും വാങ്ങണതാണ്, ഏത് ഉത്സവം പള്ളിപ്പെരുന്നാളും വരുന്ന വാങ്ങണ ഒരു സാധനമാണ് കോളിഫ്ലവർ ഫ്രൈ. അത് വാങ്ങിക്കൊടുത്തായിരുന്നു കേട്ടോ നിച്ചിന്. അങ്ങനെ അവൻ സമാധാനപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴേ എല്ലാ വാശിക്കും കൂട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആരും സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ല കേട്ടോ ഐസ്ക്രീം വാങ്ങാൻ. എന്താ വെച്ചാൽ അവൻ എപ്പോഴും പനിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഐസ്ക്രീം അങ്ങനെ കഴിക്കണത് അവന് പറ്റൂല കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഒന്നും കാണാനൊന്നും ഇരുന്നില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് ഒരു ഊബർ വിളിച്ചിട്ട് പോന്നു കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.